നമസ്കാരം. കേരളത്തിൽ ബി.ജെ.പിയുടെ വിജയക്കൊടി പാറിച്ചുകൊണ്ട് മുന്നേറുകയാണ് സുരേഷ് ഗോപി. തൃശ്ശൂരിലെ വോട്ടർമാരെയും സുരേഷ് ഗോപിയെയും എന്തിന് സാക്ഷാൽ നരേന്ദ്രമോദിയെപ്പോലും ഞെട്ടിക്കുന്നതായിരുന്നു കേരളത്തിലെ സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയേണ്ടി വരും. കേരളത്തിലെ ബി.ജെ.പി നേതാക്കൾക്ക് പ്രത്യേകിച്ച് അമ്പരപ്പൊന്നും ഉണ്ടാകില്ല. അക്കാര്യത്തിൽ സുരേഷ് ഗോപിക്കും ഉറപ്പാണ്. കാരണം തൻ്റെ നേതാക്കൾ കേരളത്തിലല്ല, അങ്ങ് അഖിലേന്ത്യാ തലത്തിലാണ് എന്ന് പലവട്ടം സുരേഷ് ഗോപി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൻ്റെ നോമിനിയായി വന്ന് മത്സരിച്ച ആളുകൂടിയാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് സുരേഷ് ഗോപിക്ക് തൃശ്ശൂരിൽ വിജയിക്കാൻ പല കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനം കേന്ദ്ര നേതാക്കളുടെ ആശീർവാദത്തോടെ, അവരുടെ അനുവാദത്തോടെ, അവരുടെ സമ്മതത്തോടെ തൃശ്ശൂരിലെത്തി മത്സരിച്ചു, വോട്ടർമാരെ സ്വാധീനിച്ചു. അങ്ങനെ സുരേഷ് ഗോപി മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നിന്നും ആദ്യം വന്ന ഗോൾ സാക്ഷാൽ നരേന്ദ്രമോദിയുടേതാണ് എന്നാണ് അറിയുന്നത്. സുരേഷ് ഗോപിയെ രാവിലെ തന്നെ 11 മണിയോടുകൂടി തന്നെ നരേന്ദ്രമോദി വിളിച്ചുവെന്നും അഭിനന്ദനം അറിയിച്ചുവെന്നുമാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. മാത്രവുമല്ല, എത്രയും വേഗം ഡൽഹിയിലേക്ക് എത്താനുള്ള നിർദ്ദേശം കൂടി അദ്ദേഹം കൊടുക്കുകയുണ്ടായി. എന്തായാലും വരുന്ന ക്യാബിനറ്റ് വകുപ്പ്, ഈ വരുന്ന മന്ത്രിസഭയിൽ, കേന്ദ്ര മന്ത്രിസഭയിൽ സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് വകുപ്പ് തന്നെ ഉണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് തന്നെ കൊടുക്കും. കാരണം 75,000 വോട്ടിൻ്റെ ലീഡോടുകൂടിയാണ് സുരേഷ് ഗോപി കേരളത്തിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും വിജയിച്ചു കയറിയത്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി കേരളത്തിലെ ബി.ജെ.പിയുടെ, കേന്ദ്രത്തിലെ ബി.ജെ.പി നേതാക്കളുടെ, സാക്ഷാൽ മോദിയുടെ തന്നെ മാനം കാത്തു എന്ന് പറയാം. കാരണം 3 തവണയാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി മോദി തൃശ്ശൂരിലെത്തിയത്. ആ മോദി വന്ന വരവ് ഒട്ടും പാഴാക്കാൻ ഇട നൽകാതെയാണ് സുരേഷ് ഗോപി വിജയിച്ചു കയറിയത്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് കേന്ദ്രത്തിൽ അർഹമായ ഒരു ഇരിപ്പിടം നരേന്ദ്രമോദി കൊടുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ഒരുപക്ഷെ കേരളത്തിലെ ബി.ജെ.പി നേതാക്കൾക്കുള്ള ശക്തമായ തിരിച്ചടിയായി മാറുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ വിജയം ഇപ്പോൾ തൃശ്ശൂരിലെങ്ങും വലിയ തോതിൽ ആഘോഷിക്കുകയാണ്. കേരളത്തിലെ ബി.ജെ.പി സാധാരണ പ്രവർത്തകർ പോലും വലിയ തോതിൽ ആഘോഷിക്കുകയാണ്. കാരണം അവരുടെ കൂടി മാനം കാക്കുന്ന തരത്തിലേക്ക് ഉയർന്ന ഒരു വിജയമായിരുന്നു സുരേഷ് ഗോപിയുടേത്.